2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബിജെപി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് രാജ്യത്തെ കോർപ്പറേറ്റ് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നരേന്ദ്രമോദി നടത്തിയിരുന്ന പ്രചാരണം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഗുജറാത്തിലെ വികസന നായകൻ ഇന്ത്യയുടെ അധികാരത്തിന്റെ ചെങ്കോലേന്തുന്നതോടുകൂടെ ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ശക്തിയായി, സാമ്പത്തിക ശക്തിയായി വികസനം കളിയാടുന്ന ഒരിടമായി മാറുമെന്ന പ്രഖ്യാപനമായിരുന്നു. ഒന്നാം മോഡി സർക്കാർ അവസാനിച്ച് രണ്ടാം മോഡി സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടെ രാജ്യത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും നമ്മൾ ഉയർന്നു കേൾക്കുന്ന മുദ്രാവാക്യങ്ങൾ വികസനത്തിൻ്റെതല്ല. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യം ഹിന്ദി ബെൽറ്റിൽ നിന്ന് ഉയർന്നു വരുന്ന ഘോരമായിരിക്കുന്ന ശബ്ദവീചികൾ ഹമേ സടക് നഹീ ചാഹിയേ, ഹമേ ബിജ്ലി നഹീ ചാഹിയേ, हमें शिक्षा नहीं चाहिए, हमें विकास नहीं चाहिए, हमें मंदिर चाहिए. ഞങ്ങൾക്ക് റോഡ് വേണ്ട, ഞങ്ങൾക്ക് വൈദ്യുതി വേണ്ട, ഞങ്ങൾക്ക് വെള്ളം വേണ്ട, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് മന്ദിറാണ്, അമ്പലമാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് ആക്രോശിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ ഇന്ത്യയുടെ തെരുവീതികളിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. രാജ്യം വീണ്ടും വിഭജിക്കപ്പെടുന്ന ഒരു അപകടാവസ്ഥയിലേക്ക് കഴിഞ്ഞ 6 വർഷക്കാലം കൊണ്ട് RSS നിയന്ത്രിക്കുന്ന BJPയുടെ കേന്ദ്ര ഗവൺമെന്റ് ഈ രാജ്യത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. കഴിഞ്ഞ 1.5 വർഷക്കാലങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിൽ വരുത്തിയ വ്യത്യസ്തങ്ങളായിരിക്കുന്ന നിയമങ്ങൾ, പുതുതായി നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾ രാജ്യത്തെ വീണ്ടും മതത്തിന്റെ പേരിൽ വിഭജിച്ച് രണ്ടായി പിളർക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. കൊറോണയുടെ പാൻഡമിക് സിറ്റുവേഷൻ നിലവിൽ വരുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും റോട്ടിലായിരുന്നു. വിശേഷിച്ച് മുസ്ലിം സമൂഹം ഇന്ത്യയിൽ ഒന്നടങ്കം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിനു ശേഷം ആദ്യമായാണ് ഇത്രയധികം ജനപങ്കാളിത്തത്തോടുകൂടെയുള്ള ഒരു ജനകീയ പ്രക്ഷോഭം ഈ രാജ്യത്ത് അരങ്ങേറുന്നത്. ആ ജനകീയ പ്രക്ഷോഭത്തിന് കാരണമായത് NRC എന്ന് പറയുന്ന ഒരു കരിനിയമമായിരുന്നു. NRC നടപ്പിൽ ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഇരുസഭകളിലും അത് പാസാക്കുകയും അത് നിയമമാക്കി പ്രഖ്യാപിക്കുകയും ചെയ്ത ഉടനെ രാജ്യത്തുള്ള മുഴുവൻ മനുഷ്യരും തെരുവിലേക്ക് ഇറങ്ങി, സമരങ്ങൾ ചെയ്തു. ആ സമര പോരാട്ടങ്ങളുടെ മുൻപന്തിയിലേക്ക് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ കടന്നു വന്നപ്പോ ഈ രാജ്യത്തെ മുസ്ലിങ്ങളോട് ഇവിടുത്തെ പൊതുബോധവും ഇവിടുത്തെ പൊതുസമൂഹവും ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയക്കാരും പറഞ്ഞത്, നിങ്ങൾ ഈ സമരത്തിന്റെ മുന്നിൽ നിൽക്കേണ്ടതില്ല. ഇത് ഈ രാജ്യത്തൊരു മതവിഭാഗത്തിന്റെ പ്രശ്നമല്ല, ഇത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ പ്രശ്നമാണ്. മുസ്ലിങ്ങൾ ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് നിന്നുകൊടുത്തു. രാജ്യത്ത് സമരം നടന്നു. നമ്മൾ അറിയണം, 947 ശേഷം സ്വാതന്ത്ര്യത്തിന്റെ 73 വർഷങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഈ രാജ്യത്തെ മുസ്ലിം ജനസമൂഹത്തിനെ അവരുടെ വോട്ട് ബാങ്ക് അടിച്ചു മാറ്റിയിട്ട് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിക്കാര് അറബ് ശാലകളിലേക്ക് ആട്ടിൻപറ്റങ്ങളെ തെളിക്കുന്നത് പോലെ വോട്ട് പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ക്ഷണിച്ചിട്ട് നമ്മുടെ വോട്ട് ബാങ്ക് മുഴുവൻ ഉപയോഗിച്ച് അധികാരത്തിന്റെ ഇടനാഴികകളിൽ അടയിരുന്നിട്ട് അവസാനം ഈ സമുദായത്തെ ഡിറ്റൻഷൻ ക്യാമ്പിന്റെ മുമ്പിൽ വരി നിർത്തുകയുണ്ടായി. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. 70 വർഷക്കാലം ഈ രാജ്യത്തെ മുസ്ലിമീങ്ങള് രാജ്യത്തെ സെക്കുലർ പാർട്ടികളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അവരുടെ വോട്ട് ബാങ്കായി പ്രവർത്തിച്ചു. അങ്ങനെ 73 വർഷങ്ങൾക്ക് ശേഷം ഈ രാജ്യത്തെ മുസ്ലിങ്ങളോട്
അവരുടെ പൗരത്വം തെളിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ സമരമുഖത്തേക്ക് വന്നപ്പോ ഡിറ്റൻഷൻ ക്യാമ്പിന്റെ മുമ്പിൽ നിൽക്കുന്ന മുസ്ലിങ്ങളോടായിട്ട് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയക്കാർ പറഞ്ഞു, ആ സമരത്തിന്റെ മുൻനിരയിൽ നിങ്ങൾ നിൽക്കേണ്ടതില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും അതിന്റെ മുൻരൂപമായിരിക്കുന്ന നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ടുമൊക്കെ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായിട്ട് ഈ രാജ്യത്തെ പൊതുസമൂഹത്തോടും വിശിഷ്യ ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷത്തോടും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ സംഘടിക്കണം, നിങ്ങൾ ശക്തരാവണം, നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഉറക്കക്കരയാൻ പോലും ഈ രാജ്യത്ത് ആരും അവശേഷിക്കില്ല, നിങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ സ്വത്വത്തിന്റെ പേരിൽ നിങ്ങൾക്ക് സംഘടിക്കാം, അതിന് നിങ്ങൾക്ക് ജനാധിപത്യം ഒരു മാർഗമായി ഉപയോഗപ്പെടുത്താം. ജനാധിപത്യ മാർഗത്തിൽ നിങ്ങൾ സംഘടിക്കുകയും നിങ്ങൾ ശക്തരാവുകയും ഒരു സമുദായം എന്ന നിലയ്ക്ക് ശാക്തീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യണമെന്ന് ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തോട് പറഞ്ഞതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഒറ്റപ്പെടുകയും തീവ്രവാദികളാക്കപ്പെടുകയും ചെയ്യുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായിട്ട് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അത് വർഗീയ ഫാഷിസമാണ്, അത് RSS ആണ്, സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്രമാണ്, RSS വിഭാവനം ചെയ്യുന്ന ഹിന്ദു രാഷ്ട്രമാണ് എന്ന് 3 ദശകങ്ങളായിട്ട് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ ഈ രാജ്യത്തെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞപ്പോ നിങ്ങൾ തീവ്രവാദികളാണെന്ന് പറഞ്ഞിട്ട് മൂലയിലിരുത്തി നമ്മളെ, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. തീവ്രവാദികൾ എന്നാണ് നമ്മളെ സംബോധന ചെയ്തത്. അവസാനം NRC വന്നു. NRC വന്നപ്പോഴാണ് ആളുകൾക്ക് ബോധോദയം ഉണ്ടാവുന്നത്. നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞത് ശരിയായിരുന്നു എന്ന് ഇപ്പം ബോധ്യപ്പെട്ടിരിക്കുന്നു. കാരണം എന്താ? ആധാർ കാർഡും അടിയാധാരവുമായിട്ട് പൗരത്വം തെളിയിക്കാൻ വേണ്ടി നെട്ടോട്ടമോടാൻ ഇന്ത്യയിലെ ഓരോ പൗരനും നിർബന്ധിതനായിരിക്കുന്നു. പലരും മനസ്സിലാക്കുന്നത് നമ്മൾ വളരെ നിഷ്കളങ്കരാ. പൗരത്വ നിയമം കൊണ്ടുവരുന്നത് നുഴഞ്ഞുകയറ്റം ഇല്ലാതാക്കാനാണെന്ന് വിശ്വസിക്കുന്ന നിഷ്കളങ്കർ, GST നടപ്പിൽ വരുത്തിയത് നികുതി വരുമാനം കൂട്ടാനാണെന്ന് വിശ്വസിക്കുന്ന നിഷ്കളങ്കർ, നോട്ട് നിരോധനം നടത്തിയത് കള്ളപ്പണമില്ലായ്മ ചെയ്യാനാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് നിഷ്കളങ്കർ. അങ്ങനെ നിഷ്കളങ്കരുടെ ഒരു രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറിയിരിക്കുന്നു. നമ്മൾ വളരെ കൃത്യമായി RSS വിഭാവനം ചെയ്യുന്ന 2025 RSS രൂപീകരിച്ച് 100 വർഷം പൂർത്തിയാകുമ്പോ അവർ പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ പണിപ്പുരയിലാണ് അവരെന്ന് നിരന്തരമായി നമ്മൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ രാജ്യത്തെ പൊതുസമൂഹത്തിന് അത് ബോധ്യപ്പെടാൻ NRC നടപ്പിലാക്കേണ്ടി വന്നു. NRCക്കെതിരെ അതിശക്തമായ രീതിയിലുള്ള സമരങ്ങൾ ഈ രാജ്യത്തുണ്ടായി. ആ സമരങ്ങളുടെ മുൻനിരയിൽ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായിരുന്നു. രാജ്യത്തെ കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ വ്യത്യസ്തങ്ങളായിരിക്കുന്ന കരിനിയമങ്ങൾ പാസാക്കി. UAPIയിലെ വിവിധ സെക്ഷനുകളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി. നേരത്തെ സംഘടനകളെയായിരുന്നു തീവ്രവാദിയാക്കി പ്രഖ്യാപിക്കാൻ അധികാരമുണ്ടായിരുന്നതെങ്കിൽ പുതിയ ഭേദഗതി പ്രകാരം അവർക്കിഷ്ടമില്ലാത്തത് സംസാരിക്കുന്ന, അവർ നോട്ട് ചെയ്യുന്ന ഏതൊരാളെയും തീവ്രവാദിയാക്കി പ്രഖ്യാപിക്കുവാനും അയാളുടെ നിരപരാധിത്വം തെളിയിച്ച് അദ്ദേഹം കുറ്റവാളിയല്ലെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വവും വ്യക്തിയിൽ തന്നെ നിക്ഷിപ്തമാകുന്ന അതിഭീകരമായ ഭേദഗതി അതിൽ കൊണ്ടുവന്നു. സംസ്ഥാനങ്ങളുടെ മേലില് യാതൊരു നിയന്ത്രണവുമില്ലാത്ത അമിതാധികാര പ്രയോഗം നടത്താൻ മാത്രം NIAയുടെ അധികാരം വിപുലീകരിച്ചു കൊടുത്തു. കാശ്മീർ എന്ന് പറയുന്ന വലിയ ഒരു സംസ്ഥാനത്തെ അതിന്റെ സവിശേഷമായ പദവിയായ 370 എടുത്തു കളഞ്ഞിട്ട് അതിനെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് വെട്ടിമാറ്റി. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതൊക്കെ നടക്കുന്നത് ഈ രാജ്യത്തിന്റെ പാർലമെന്റിലൂടെ നിയമം പാസാക്കിയിട്ടാ. പാർലമെന്റിൽ മാത്രം പാസാക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു നിയമവും നിയമാവൂല. പാർലമെന്റിന്റെ ഒരു അധോസഭയുണ്ട്, രാജ്യസഭ. ആ രാജ്യസഭയിൽ BJPക്ക് കൃത്യമായ ഭൂരിപക്ഷമില്ല, ആധിപത്യമില്ല. BJPക്ക് കൃത്യമായ ഭൂരിപക്ഷവും ആധിപത്യവും ഇല്ലാത്ത രാജ്യസഭയിലൂടെയാണ്
ഈ കരിനിയമങ്ങളെല്ലാം പാസാക്കി അവർ ചുട്ടെടുത്തിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഈ രാജ്യത്തൊരു പ്രതിപക്ഷമുണ്ടോ? ഈ രാജ്യത്തെ ഭരണകൂടത്തിന്റെ അനീതിക്കെതിരെ, അവരുടെ അധാർമികതയ്ക്കെതിരെ, അവരുടെ നയവൈകല്യങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ, ശബ്ദിക്കാൻ ഈ രാജ്യത്തൊരു പ്രതിപക്ഷമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. കോൺഗ്രസ് അശേഷം തകർന്നിരിക്കുന്നു. BJP-ക്കാർ പുതുതായി പറയുന്നത് BJP-യിലേക്ക് ഒരാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കണമെങ്കിൽ ചുരുങ്ങിയത് 3 വർഷം കോൺഗ്രസിൽ പ്രവർത്തിച്ച പരിചയം വേണമെന്നാ. എന്താ കാരണം? 70 മുൻ MP-മാര്, 4 മുൻ മുഖ്യമന്ത്രിമാര്, 68 നിലവിലുള്ള MLA-മാര്, 124ഓളം മുൻ MLA-മാര്, ഇവരൊക്കെ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് ചേക്കേറി കഴിഞ്ഞു. ആ കോൺഗ്രസിനെയാണ് ഈ രാജ്യത്ത് മുസ്ലിങ്ങളോട് ചൂണ്ടിക്കാണിച്ചിട്ട് അവസാനത്തെ ബസ് അതിലേക്ക് കയറിക്കൊള്ളൂ എന്ന് പറയുന്നത്. എത്ര കാലമാണ് നമ്മൾ മറ്റുള്ളവന്റെ ഊരയിൽ പുരകെട്ടി ഇങ്ങനെ ജീവിക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ രാജ്യത്തെ അപകടപ്പെടുത്തുന്ന കരിനിയമങ്ങൾ പാസാക്കിയിട്ട് ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടിട്ട് ആ സമൂഹത്തിന്റെ കൂടെ നിൽക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ഈ രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല. രാജ്യത്ത് കർഷക സമരം നടന്നുകൊണ്ടിരിക്കുന്നു. കർഷക സമരം വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തത്തോടുകൂടെ കഴിഞ്ഞ 2 മാസക്കാലമായി ഡൽഹിയുടെ തെരുവോരങ്ങളിൽ നടക്കുന്നു. സിംഗു ബോർഡറിലും ഗാസിയാബാദിന്റെ ബോർഡറിലും ശക്തമായ ജനപങ്കാളിത്തമുണ്ട്. എന്താ കർഷകർ പറയുന്നതെന്നറിയോ? അതിവിശാലമായി ഇതിനെക്കുറിച്ച് പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവില്ല. നിലവില് അന്താരാഷ്ട്ര വിപണിയിൽ നമുക്ക് പെട്രോളിന്റെ വില കൂടുമ്പോൾ നമ്മുടെ പെട്രോളിന്റെ വില കൂടുന്നു. കാരണം എന്താ? മോദി സർക്കാർ പെട്രോളിന്റെ വില നിയന്ത്രണ അധികാരം എടുത്തു കളയുകയും കുത്തകകൾക്ക് പതിച്ചു കൊടുക്കുകയും ചെയ്തു. പെട്രോളിൻ്റെത് UPA സർക്കാരും ഡീസലിൻ്റെത് മോദി സർക്കാരും പതിച്ചു കൊടുത്തു. ഇന്ന് നമ്മുടെ രാജ്യത്തെ സർക്കാരുകൾക്ക് പെട്രോളിന്റെ വില നിയന്ത്രണത്തിൽ യാതൊരു അധികാരവുമില്ല. അതേ രീതിയിൽ ഈ രാജ്യത്തെ 135 കോടി മനുഷ്യരെ തീറ്റിപ്പോറ്റുന്ന നമ്മുടെ കർഷകർ ഇന്ന് തെരുവിലിറങ്ങാനുള്ള കാരണം ഈ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര വിപണിയിലെ ആലുവിന്റെ വില കൂടുന്നതിനനുസരിച്ച്, ദാലിന്റെ വില കൂടുന്നതിനനുസരിച്ച്, ചാവലിന്റെ വില കൂടുന്നതിനനുസരിച്ച് അരിയുടെയും ഉരുളക്കിഴങ്ങിന്റെയും പരിപ്പിന്റെയും വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഉയരുന്നതിനനുസരിച്ച് നാട്ടിൻ പുറത്തുള്ള നമ്മൾ പോയിട്ട് അങ്ങാടിയിൽ നിന്ന് മേടിക്കേണ്ടി വരും. അതാണ് ഇതിന്റെ രത്നച്ചുരുക്കം. കാരണം എന്താ? രാജ്യത്തെ മുഴുവൻ പാടങ്ങളും കോർപ്പറേറ്റുകൾക്ക് പതിച്ചു നൽകുന്നു. അംബാനിയും അദാനിയും കൃഷി ചെയ്യും, അവരുടെ വെയർ ഹൗസുകളിലേക്ക് കൊണ്ടുപോകും, അവരുടെ പ്രൈവറ്റ് റെയിൽവേ വഴി വിവിധ സംസ്ഥാനങ്ങളിലേക്ക് അവരെത്തിക്കും. വില കൂടുതലാണെന്ന് പറഞ്ഞ് നമ്മൾ സമരം ചെയ്തു കഴിഞ്ഞാൽ ആ സാധനം തിരിച്ചു കൊണ്ടുപോകും, അന്താരാഷ്ട്ര വിപണിയിൽ അത് വിൽക്കും. പിന്നെ അന്താരാഷ്ട്ര മാർക്കറ്റിനനുസരിച്ച് മാത്രമേ നമ്മുടെ നാട്ടിൽ അവശ്യ വസ്തുക്കൾ പോലും നമുക്ക് ലഭിക്കുള്ളൂ. അതിന്റെ പ്രയാസം നമുക്കറിയില്ല. പ്രത്യേകിച്ച് ഒരു ഉപഭോഗ സംസ്ഥാനമായ കേരളമൊക്കെ വൻ പ്രതിസന്ധിയാണ് ഈ നിയമം മൂലം നേരിടാനിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. കർഷകരോട് സംസാരിക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ, അവരുടെ പ്രയാസങ്ങൾ കേൾക്കാൻ രാജ്യത്തെ പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രിമാർക്കും സമയമില്ല. കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് മാധ്യമ പ്രവർത്തകരെ കാണാത്ത ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. ഞാൻ ഈ പ്രാവശ്യം ഡൽഹിയിൽ നിന്ന് വരുന്ന സമയത്ത് എയർപോർട്ടിലേക്കുള്ള വണ്ടിയിൽ ഒരു ടാക്സിക്കാരനെ പരിചയപ്പെട്ടു. ഉബർ ടാക്സിയിൽ വന്ന ഒരു ബീഹാറിയായ പയ്യൻ, നല്ല രാഷ്ട്രീയ അവബോധമുള്ള പയ്യൻ. അദ്ദേഹം എന്നോട് ചോദിച്ചു, വാട്ട് അബൌട്ട് മോഡി? എന്താ മോഡിയെ കുറിച്ചുള്ള അഭിപ്രായം? ഞാൻ പറഞ്ഞു, ജസ്റ്റ് കൊമേഡിയൻ. ഒരു കൊമേഡിയനാണ്. ഇപ്പോഴത്തെ പുതിയ ലുക്ക് നിങ്ങൾ നോക്ക്, വലിയ താടിയൊക്കെ നീട്ടി ഒരു കൊമേഡിയന്റെ ലുക്കിലാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുള്ളത്. അദ്ദേഹം പറഞ്ഞു, ശരിയാണ്. കാരണം सीता का हस्बैंड का नाम से वोट लिया मोदी जी ने और नीता का हस्बैंड के लिए काम करता है. എന്താണെന്നറിയോ? അതായത് സീതയുടെ ഹസ്ബൻഡ് രാമന്റെ പേരിൽ വോട്ട് മേടിച്ചിട്ട്
നീതയുടെ ഹസ്ബൻഡ് അംബാനിക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് രാജ്യത്തൊരു സാധാരണ ടാക്സി ഡ്രൈവർ വിലയിരുത്തുന്നിടത്തേക്ക് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ വ്യക്തിത്വം താഴ്ന്നിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നല്ലൊരു ആക്ടർ, നല്ലൊരു കൊമേഡിയൻ, നല്ലൊരു അഭിനേതാവാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. അംബാനിക്ക് കൃത്യമായിരിക്കുന്ന ഷെയർ ഹോൾഡുള്ള 27 കോർപ്പറേറ്റ് മാധ്യമങ്ങളാണ് ഈ രാജ്യത്ത് സത്യവും അസത്യവും വേർതിരിച്ചിരിക്കുന്നത്. ആ കോർപ്പറേറ്റുകളുടെ പണം ഉപയോഗിച്ചാണ് BJPയും RSSും ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി അദാനിക്കും അംബാനിക്കും വേണ്ടി മാത്രമേ രാജ്യത്ത് നിയമനിർമ്മാണങ്ങൾ നടക്കുകയുള്ളൂ. രാജ്യത്തെ ജനതയെ അവർ മറക്കുന്നു. ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ പണിപ്പുരയിലാണ് മോദിയും ഷായും ഭാഗവതും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. അവിടെ ഈ രാജ്യത്തെ മുഴുവൻ അടിസ്ഥാന ജനവിഭാഗങ്ങളും ഇരകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. NRC സമരത്തിന് നേതൃത്വം കൊടുത്ത 100 കണക്കിന് മുസ്ലിം സ്റ്റുഡൻസ് ആക്ടിവിസ്റ്റുകളെ, നേതാക്കന്മാരെ ജയിലിലടച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ബുദ്ധിജീവികളെ ജയിലിലടക്കുന്നു. ഒച്ച വെക്കുന്ന മാധ്യമ പ്രവർത്തകരെ ജയിലിലടക്കുന്നു. ആദിവാസികൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന നക്സലൈറ്റുകൾ, ആദിവാസികൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളുകളെ നക്സലിസത്തിന്റെ പേര് പറഞ്ഞ് അർബൻ നക്സലിറ്റുകൾ എന്ന് പറഞ്ഞിട്ട് അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. എല്ലാ വിഭാഗത്തെയും അധികാരത്തിന്റെ മിഷണറി ഉപയോഗിച്ചുകൊണ്ട്, കരിനിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, നിശബ്ദമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഭയപ്പെട്ടിരിക്കുകയാണ്. ആരും തന്നെ പ്രതികരിക്കാൻ ധൈര്യം കാണിക്കുന്നില്ല. കാരണം എന്താ? രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികള് പ്രതികരണവുമായി വരുമ്പോ, പ്രതിഷേധമായി രംഗത്ത് വരുമ്പോ അവരുടെ വീട്ടിലേക്ക് CBI ഓഫീസർമാർ പോവുകയാണ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസർമാർ പോവുകയാണ്, അവരെ തേടി UAPA ചെല്ലുകയാണ്. എല്ലാവരും നിശബ്ദരാകുന്നു. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ ആ രീതിയിൽ നിശബ്ദരാക്കിക്കൊണ്ടിരിക്കുന്നു. വേറൊരു വിഭാഗത്തെ അമിത് ഷാജി നോട്ടുകെട്ടുകളുമായി പോയിട്ട് പർച്ചേസ് ചെയ്ത് BJPയുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്നു. രാജ്യത്ത് ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാകാൻ ആരുമില്ലാത്തൊരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രസക്തമാകുന്നത്. നിങ്ങൾ കേട്ടില്ലേ? NRC സമരം നടന്നപ്പോ, ഷഹീൻ ബാഗ് സമരം നടന്നപ്പോ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഷഹീൻ ബാഗിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമര പോരാട്ടങ്ങൾ ഉയർന്നു വന്നപ്പോ ആ സമരത്തിനൊക്കെ ഫണ്ട് നൽകുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആണെന്ന് യാതൊരു ഉളുപ്പും കൂടാതെ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ പറഞ്ഞു. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന ആരോപണങ്ങള് ഈ പ്രസ്ഥാനത്തിന് നേരെ തൊടുത്തുവിട്ടു. എല്ലാ ആരോപണങ്ങളിൽ നിന്നും മുക്തി നേടി ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പോപ്പുലർ ഫ്രണ്ട് ഇന്നും പാറി നടക്കുന്നു. രാജ്യത്ത് RSSും BJPയും ഉദ്ദേശിക്കുന്നത് ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും, RSSന്റെയും BJPയെയും സപ്പോർട്ട് ചെയ്യാത്ത രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും ഭയപ്പെടുത്തി, കീഴ്പ്പെടുത്തി ഇല്ലായ്മ ചെയ്യാമെന്ന വ്യാമോഹമാണ് RSSനും BJPക്കും ഉള്ളത്. നിങ്ങൾ ഭയക്കാൻ തയ്യാറാണെങ്കിൽ അവര് ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ഭയപ്പെടാൻ തയ്യാറല്ലെങ്കിൽ അവർ പരാജയപ്പെട്ട് പിന്മാറും. അവർക്ക് വേണ്ടത് അവർ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മനഃശാസ്ത്ര യുദ്ധം രാജ്യത്തെ മുഴുവൻ മനുഷ്യരും ഭയക്കണം. ഭയന്ന് പേടിച്ച് വിറച്ച് മിണ്ടാതിരിക്കണം. അങ്ങനെ നിങ്ങൾ നിശബ്ദരായിരിക്കുന്ന നിങ്ങളുടെ ആ മൗനത്തിൽ നിന്ന്, ആ മൗനത്തിന്റെ അന്തരീക്ഷത്തിലാണ് അവര് ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ ഡിക്ലറേഷൻ, അതിന്റെ പ്രഖ്യാപനം നടത്താൻ വേണ്ടി പോകുന്നത്. അവിടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിശബ്ദമാവില്ല. കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈ രാജ്യത്ത് RSSന്റെയും സംഘപരിവാറിന്റെയും ഭീകരതയ്ക്കെതിരെ, അതിന്റെ പൈശാചികതയ്ക്കെതിരെ നിരന്തരമായി കലഹിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളോട് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, പോപ്പുലർ ഫ്രണ്ടിന്റെ ആകാശത്തിന് മുകളില് നിരോധനത്തിന്റെ കാർമേഘങ്ങള് ഇങ്ങനെ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുമ്പോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര സന്തോഷത്തോടുകൂടെ ചിരിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ സ്ഥാപക ദിനം നിങ്ങൾ ഇങ്ങനെ കെങ്കേമമായിട്ട് സമുചിതമായി നിങ്ങൾ ആഘോഷിക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. ഒരൊറ്റ ഉത്തരം മാത്രമേ ഞങ്ങൾക്കുള്ളൂ.
ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് വിശ്വസിച്ചവരാണ്. जिसने ला इलाहा इल्लल्लाह मुहम्मद रसूलुल्लाह कबूल किया, अल्लाह के सिवा दुनिया में कोई मखलूक से नहीं डरेगा. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് വിശ്വസിച്ച ആള് ഈ ഭൂമിയിലെ അല്ലാഹു അല്ലാത്ത ഒരു മഖ്ലൂക്കിനെയും ഭയപ്പെടുകയില്ല. അതാണ് നമ്മുടെ നിലപാട്. അതുകൊണ്ട് ഏത് രീതിയിൽ നിരോധിക്കുമെന്ന് പറഞ്ഞാലും, ഏത് അന്വേഷണ ഏജൻസികളെ പറഞ്ഞയച്ച് ഭയപ്പെടുത്താൻ നോക്കിയാലും ഞങ്ങൾ പിന്മാറൂല ഈ ദൗത്യത്തിൽ നിന്ന്. കാരണം ഞങ്ങൾക്ക് ഭയമില്ല. ഞങ്ങളുടെ ഹൃദയമെടുത്ത് നിങ്ങൾ എന്തെങ്കിലും പരീക്ഷണശാലയിൽ കൊണ്ടുപോയിട്ട് നോക്കിയാൽ ഭയത്തിന്റെ സോഫ്റ്റ്വെയർ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. അവിടെ കാണൂല അത് നിങ്ങൾക്ക്. ഞങ്ങളുടെ തലച്ചോറ് നിങ്ങൾ കൊണ്ടുപോയിക്കോ, ഞങ്ങളുടെ ഹൃദയമെടുത്ത് നിങ്ങൾ കൊണ്ടുപോയിക്കോ, ഞങ്ങൾ ഭയപ്പെടൂല. ഭയത്തിന്റെ സോഫ്റ്റ്വെയർ ഡിലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ഈ രാജ്യത്ത് മഹാഭൂരിപക്ഷം വരുന്ന അരികുവൽക്കരിക്കപ്പെട്ട ന്യൂനപക്ഷങ്ങളോട്, പിന്നാക്ക ജനവിഭാഗങ്ങളോട് പോപ്പുലർ ഫ്രണ്ടിന് നിരന്തരമായി സംവദിക്കാനുള്ളത് നിങ്ങൾ നിർഭയരായിരിക്കണം. ഭൂമിയിൽ നിങ്ങൾ ദൈവം തമ്പുരാനല്ലാതെ ഒരു RSSകാരനെയും ഒരു BJPക്കാരനെയും ഒരു അന്വേഷണ ഏജൻസിയെയും നിങ്ങൾ ഭയപ്പെടരുത്. നിരന്തരമായി ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷത്തെയും പിന്നാക്ക ജനവിഭാഗങ്ങളെയും സ്വന്തം കാലിൽ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കഴിഞ്ഞ 30 വർഷക്കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യം. നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ബഹുമാന്യനായ യഹിയ തങ്ങൾ പറഞ്ഞ് മുഴുമിക്കാതെ പോയ ഒരു സംഗതി, ഇന്നലെ രാത്രി മുതൽ ഏറ്റവും ഭീകരമായ ഒരു കഥ ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കുക. എന്താണെന്നറിയോ? ഇന്നലെ UP പോലീസ്, ഈ രാജ്യത്തെ ഏറ്റവും വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസ്, ക്രൈമില് ഏറ്റവും കുപ്രസിദ്ധി ആർജിച്ച UP പോലീസ് ഇന്നലെ രാത്രി 2 ചെറുപ്പക്കാരെ മീഡിയയുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവിടുത്തെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, UPയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനം നടത്താൻ വേണ്ടി, BJPയുടെ നേതാക്കന്മാരെ വധിക്കാൻ വേണ്ടി സ്കെച്ചും പ്ലാനൊക്കെ ആയി വന്ന 2 പേരെ അതിസാഹസികമായി UPയുടെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവർ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരാണ്. എല്ലാവരും ബേജാറായി. ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് പറയുകയാണ് പോപ്പുലർ ഫ്രണ്ട് അപകടമാണെന്ന്. അങ്ങനെ ചിന്തിച്ച ആളുകൾ ഉണ്ടാവാം. പോപ്പുലർ ഫ്രണ്ടിന്റെ നാഷണൽ സെക്രട്ടറി ജനാബ് നാസറുദ്ദീൻ എളമരം സാഹിബ് ഇന്ന് പത്രസമ്മേളനം നടത്തി. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, അൻഷാദ് ബദറുദ്ദീൻ എന്ന് പറയുന്ന പന്തളത്തുകാരനും ഫിറോസ് ഖാൻ എന്ന് പറയുന്ന വടകരയിലെ കൂരാട് സ്വദേശിയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരാണ്. അവര് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ വ്യാപനത്തിന്റെയും വികസനത്തിന്റെയും പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അവരാദ്യം ബംഗാളിൽ യാത്ര ചെയ്തു. അതിനുശേഷം അവർ ബീഹാറിൽ പോയി. ബീഹാറിലെ കട്ടിഹാർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവർ 11-ാം തീയതി ബോംബെയിലേക്ക് യാത്ര തിരിച്ചു. അവരുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ബോംബെയാണ്. UPയിൽ അവർക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. അങ്ങനെ ബോംബെയിലേക്ക് പോകുന്ന യാത്രാമധ്യേ UPയുടെ ഏതോ പ്രദേശത്ത് വെച്ച് ട്രെയിനിൽ നിന്ന് ബലമായിട്ട് ഈ 2 പ്രിയപ്പെട്ട സഹോദരന്മാരെയും കുപ്രസിദ്ധരായിരിക്കുന്ന UP പോലീസ് ഇന്നലെ 11-ാം തീയതി പിടിച്ചുകൊണ്ടുപോയി. 11-ാം തീയതി വരെയും അവരവരുടെ കുടുംബവുമായി നിരന്തരമായി ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ പോകുന്നത് പോലുള്ള റൂട്ടീൻ വർക്കിന് വേണ്ടി പോയതാ. 16-ാം തീയതിയായിട്ട് യാതൊരു വിവരവും ലഭിക്കാതിരുന്നപ്പോ അവർ പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആ പരാതിയിൽ പോലീസ് അന്വേഷിച്ചപ്പോഴാണ് നിർബന്ധിത സാഹചര്യത്തിൽ കഴിഞ്ഞ 5 ദിവസമായിട്ട് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ ഭീകരവാദികളാക്കി ചിത്രീകരിച്ചുകൊണ്ട് മീഡിയക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നു. ഈ കഥകളൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ ചിരിക്കണോ കരയണോ എന്ന് മനസ്സിലാകുന്നില്ല. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് അൻഷാദ് പോകുന്നത് പോലെ, അതുപോലെ തന്നെ ഫിറോസ് ഖാൻ പോകുന്നത് പോലെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ പ്രസ്ഥാനത്തിന്റെ വ്യാപനത്തിന്റെയും വികസനത്തിന്റെയും പ്രവർത്തനത്തിന് വേണ്ടി പോകുന്ന ആളാണ് ഞാൻ. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് എൻ്റെ പ്രവർത്തന മേഖല നോർത്ത് ഇന്ത്യയാണ്. ആസാമില്, ബീഹാറില്, ബംഗാളില്, ഡൽഹിയില്,
ഹരിയാനയില്, യു പിയില്, രാജസ്ഥാനില്, മധ്യപ്രദേശില്, അതുപോലെ തന്നെ മഹാരാഷ്ട്രയില്, ഗോവയില്, ആന്ധ്രയില്, തെലങ്കാനയില്, മണിപ്പൂരില്, ഇന്ത്യയുടെ വിവിധങ്ങളായിരിക്കുന്ന സംസ്ഥാനങ്ങളില് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നിരന്തരമായി യാത്ര ചെയ്തിട്ട് ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷത്തോട്, ഈ രാജ്യത്ത് അരികവൽക്കരിക്കപ്പെടുന്ന പിന്നാക്ക ജനവിഭാഗങ്ങളോട് ഇവിടെ നിങ്ങളോട് എങ്ങനെയാണോ പറയുന്നത് അതേ കാര്യങ്ങൾ RSSനെതിരെ, RSSന്റെ പ്രത്യയശാസ്ത്രത്തിനെതിരെ നിരന്തരമായിരിക്കുന്ന ആശയ പ്രചരണം ഞങ്ങൾ ഹിന്ദിയിലും ഉറുദുവിലും നടത്തിക്കൊണ്ടിരിക്കുന്നതാ. അതിന്റെ ചെറിയൊരു പ്രചാരകനാണ് ഞാൻ. എന്നെ പോലെ യാത്ര ചെയ്യുന്നവരാണ് അൻഷാദും അതുപോലെ തന്നെ ഫിറോസും. സാധാരണഗതിയിൽ ഒരു പാർട്ടിയുടെ സംഘടനയുടെ പ്രവർത്തകരെ, ഉത്തരവാദപ്പെട്ട ആളുകളെ ഇന്നേ കേസിൽ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഘടന എന്താ പറയാ? അവരുമായി ഞങ്ങൾക്ക് ബന്ധമില്ല, അവരെ ഞങ്ങൾ മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കൈകഴുകും. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം ഞങ്ങൾക്ക് മറച്ചു വെക്കാനൊന്നുമില്ല. അൻഷാദും ഫിറോസും പോയിരിക്കുന്നത് സംഘടനയുടെ എക്സ്പാൻഷൻ വർക്കിന് വേണ്ടിയാണ്. അവർക്ക് ബംഗാളിൽ യാതൊരു പ്രശ്നം ഉണ്ടായില്ല, ബീഹാറിൽ യാതൊരു പ്രശ്നം ഉണ്ടായില്ല. യു പി അവരുടെ ഡെസ്റ്റിനേഷൻ അല്ല, അവർ യു പിയിൽ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. യു പിയിലൂടെ ട്രെയിനിലൂടെ പോകുന്ന സമയത്താണ് 2 സഹോദരന്മാരെയും യോഗിയുടെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മോബ് ലിഞ്ചിങ് നടന്ന സംസ്ഥാനമാണ് യു പി. ഏറ്റവും കൂടുതൽ മനുഷ്യരെ പച്ചക്ക് ആൾക്കൂട്ടങ്ങൾ തല്ലിക്കൊന്ന ഒരു സംസ്ഥാനമാണ് യു പി. ആ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടന്ന ഓരോ പ്രദേശങ്ങളിലേക്കും പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരും അതിന്റെ പ്രവർത്തകന്മാരും കടന്നു ചെന്നിട്ട് ഇരകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഇരകൾക്ക് നിയമസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ ഭീതിജന്യമായിരിക്കുന്ന അവസ്ഥയാണ്. ആളുകൾ കേസ് കൊടുക്കാൻ ധൈര്യപ്പെടാറില്ല. കാരണം എന്താ? കേസ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസിന്റെ വകയിൽ വീണ്ടും ഭീഷണിയായിരിക്കും. RSSന്റെ ഭീഷണി ഒരു ഭാഗത്ത്, അതിന് പുറമെ പോലീസിന്റെ ഭീഷണി വേറൊരു ഭാഗത്ത്. അതുകൊണ്ട് ആളുകൾ കേസ് കൊടുക്കാൻ തയ്യാറാവില്ല. അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് പോപ്പുലർ ഫ്രണ്ട് കടന്നു ചെല്ലും. ഇരകളുടെ കുടുംബങ്ങളുമായി സംസാരിക്കും. അവർക്ക് വക്കീലന്മാരെ ഏർപ്പാടായി കൊടുക്കും. അവർക്ക് നിയമസഹായം ചെയ്യും. അങ്ങനെ ഞങ്ങള് യു പിയുടെ വിവിധ പ്രദേശങ്ങളിലെ അടിച്ചുകൊലകൾക്ക് ഇരയാക്കപ്പെട്ട മർദ്ദിതരായിരിക്കുന്ന ആളുകൾക്ക് നിയമസഹായവുമായിട്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇറങ്ങിയിരുന്നു. ഞങ്ങൾ സഹായം ചെയ്തിരുന്നു. മാത്രമല്ല, ഇന്ത്യയിലെ NRCCA വിരുദ്ധ സമരത്തിലെ 23 മനുഷ്യര് രക്തസാക്ഷിയായ ഒരൊറ്റ സംസ്ഥാനമുണ്ടെങ്കിൽ അത് യോഗിയുടെ യു പി ആണ്. നിഷ്കരുണം, തീർത്തും സമാധാനപരമായി ജനാധിപത്യ രീതിയിൽ സമരം ചെയ്ത 23 ചെറുപ്പക്കാരെയാണ് യോഗിയുടെ ക്രൂരന്മാരായിരിക്കുന്ന പോലീസുകാര് വെടിവെച്ചു കൊന്നത്. ആ കൊല്ലപ്പെട്ട രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ സമീപിച്ച് അവർക്ക് ആത്മവിശ്വാസം നൽകി, അവർക്ക് ധൈര്യം നൽകി, അവർക്ക് നിയമ പോരാട്ടത്തിനുള്ള ഊർജം നൽകി. 7 സ്ഥലങ്ങളിൽ ഞങ്ങൾ ലീഗൽ എയ്ഡ് സെല്ലുകൾ തുറന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഇന്ത്യയിൽ RSS 10,000-കണക്കിന് കലാപങ്ങൾ നടത്തിയിട്ടുണ്ട്. 1000-കണക്കിന് മനുഷ്യരെ ചുട്ടുകൊന്നിട്ടുണ്ട്, കത്തിച്ചു കൊന്നിട്ടുണ്ട്, വെട്ടിക്കൊന്നിട്ടുണ്ട്. ഇന്ന് വരെ ഒരു കേസിലും അവർ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ചരിത്രം വഴിമാറി സഞ്ചരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി ഈ രാജ്യത്തെ മർദ്ദിതരായിരിക്കുന്ന, അരികുവൽക്കരിക്കപ്പെട്ട, അടിമകളാക്കപ്പെട്ടിരിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷം ആർജവത്തോടുകൂടെ, ചങ്കൂറ്റത്തോടുകൂടെ നീതിക്ക് വേണ്ടി ഈ രാജ്യത്തിന്റെ ഭരണകൂടം ഉപയോഗിച്ചുകൊണ്ട് അവർ പോരാട്ടം നടത്താൻ വേണ്ടി മുന്നോട്ട് വന്നു. അത് യോഗിക്ക് ഞെട്ടലുണ്ടാക്കി, RSSന് ഞെട്ടലുണ്ടാക്കി. ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ കഴിഞ്ഞ 70 വർഷക്കാലമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നില്ല. ഇപ്പൊ അവർ നിയമയുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുന്നു. ആരാണ് അവരുടെ പിന്നിലുള്ള ശക്തി? ആരാണ് അവരുടെ വഴികാട്ടി? ആരാണ് അവർക്ക് ഊർജം നൽകുന്നത്? അവർ കണ്ടെത്തി പോപ്പുലർ ഫ്രണ്ട് ആണെന്ന്. 1.5 കൊല്ലം മുമ്പ് അജയ് ബിഷ്ട് എന്നാണ് ആ ചങ്ങായിന്റെ പേര്. യോഗി ആദിത്യനാഥ് എന്നൊക്കെ പിന്നെ ഇങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്തതാണ്. അജയ് ബിഷ്ട് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, പോപ്പുലർ ഫ്രണ്ടിനെ ഞാൻ വെറുതെ വിടൂല എന്ന്. അങ്ങനെ വെറുതെ വിടൂല എന്ന് പറഞ്ഞതിന്റെ ആ വാക്ക് പാലിക്കുകയാണ്. പക്ഷേ യഹിയ തങ്ങൾ പറഞ്ഞതുപോലെ അത് മലയാളികളാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല.
കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് യു പിയിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ചങ്ക് സഹോദരന്മാര്, ഞങ്ങളുടെ ലീഡർമാര്, പോപ്പുലർ ഫ്രണ്ടിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെ NRC സമരത്തിന്റെ പേരിൽ ജയിലിട്ടിരിക്കുകയാണ്. യു പിയിലെ നിയമ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത യു പിയിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്റ്റേറ്റ് അഡ്ഹോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന മുഫ്തി ഷഹസാദിനെ കള്ളക്കേസിൽപ്പെടുത്തിയിട്ട് 4 മാസക്കാലം ജയിലിലിട്ടു. അതേപോലെ മറ്റനേകം പ്രവർത്തകരെ. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നൂർ ഹസനെ കണ്ടിരുന്നു, അവിടുത്തെ പാർട്ടിയുടെ സെക്രട്ടറി. നൂർ ഹസനോട് ഞാൻ പറഞ്ഞു, നൂർ ഹസൻ സാബ് ബഹുത് ദിൻ സെ മിലാ നഹീ, ആപ് കഹാ ഗയേ थे? കുറെ ദിവസമായിട്ട് നിങ്ങളെ കാണുന്നില്ലല്ലോ. പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ജയിലിലായിരുന്നു, 8 മാസത്തിന് ശേഷം വീണ്ടും വന്നതാണ്. കർമ്മഗോദയിൽ സജീവമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഹിന്ദുത്വത്തിന്റെ പരീക്ഷണശാലയായിരിക്കുന്ന യു പിയിൽ നിങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ 11 മാസവും 12 മാസവും 8 മാസവും 4 മാസവും 3 മാസവും 2 മാസവുമായിട്ട് നിങ്ങൾ ജയിലിൽ അടച്ചിട്ട് ക്രൂരമായി പീഡിപ്പിച്ചിട്ട് അവർ പുറത്തിറങ്ങുന്ന ആദ്യത്തെ ദിവസം അവർ ചോദിക്കുന്നത് ഇന്നത്തെ വർക്കിന്റെ ഷെഡ്യൂൾ എന്താണെന്ന്. ഇവരെയാണോ നിങ്ങൾ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ നോക്കുന്നത്? അല്ലാഹു അക്ബർ. ആരെയാണ് നിങ്ങൾ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത്? മാത്രമല്ല, അലഹബാദ് ഹൈക്കോടതിയിൽ ഞങ്ങള് 23 മനുഷ്യരെ ഏകപക്ഷീയമായി പോലീസ് വെടിവെച്ച് കൊന്ന സംഭവം ഉണ്ടായപ്പോ ഞങ്ങളൊരു പൊതു താൽപര്യ ഹർജി കൊടുത്തു. യാതൊരുവിധ നിയമ നടപടികളും ഈ കേസുകളിൽ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു. ആ കേസ് ജഡ്ജിന്റെ ചേംബറിലെത്തിയ സമയത്ത് അദ്ദേഹം ചോദിച്ചു, 23 മനുഷ്യരെ ഇത്ര നിഷ്കരുണം വെടിവെച്ച് കൊന്നിട്ട് ആരും ഒരു പരാതിയും കൊടുത്തില്ലേ? അതിനെതിരെ ഒരു നിയമ നടപടിയും സ്വീകരിച്ചില്ലേ? ആ സമയത്ത് ഗവൺമെന്റിന്റെ പ്രോസിക്യൂട്ടർ പറഞ്ഞു, ഒരു പരാതിയും എവിടെ നിന്നും കിട്ടിയിട്ടില്ല സാർ, അതുകൊണ്ടാണ് ഞങ്ങൾ നടപടി സ്വീകരിക്കാതിരുന്നത്. അന്ന് ഞങ്ങൾ ഏർപ്പെടുത്തിയ വക്കീല് KK റോയി, അദ്ദേഹം പറഞ്ഞു, സാർ അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ 400-ലധികം പരാതികൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇരകളിൽ നിന്ന് ഞങ്ങൾ സമാഹരിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ ഹാജരാക്കാൻ തയ്യാറാണ്. ഞങ്ങളത് ഹാജരാക്കി. എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന് അജയ് ബിഷ്ട് വേട്ടയാടുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ്, ഈ രാജ്യത്ത് നീതി നിഷേധിക്കപ്പെട്ട, നിയമപരിജ്ഞാനമില്ലാത്ത, നിരക്ഷരരായിരിക്കുന്ന, നിർധനരായിരിക്കുന്ന മനുഷ്യ സമൂഹത്തിന് അവർക്ക് നിയമബോധം നൽകുകയും നിയമ പോരാട്ടത്തിന് അവർക്ക് സഹായം നൽകുകയും ചെയ്യുന്നു പോപ്പുലർ ഫ്രണ്ട്. അതുകൊണ്ടാണ് അജയ് ബിഷ്ട് പോപ്പുലർ ഫ്രണ്ടിനെ വേട്ടയാടുന്നത്. അവരാഗ്രഹിക്കുന്നത് നമ്മൾ ഭയപ്പെടണമെന്നാണ്. നിരവധി നിയമ പോരാട്ടങ്ങള് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അടിച്ചു കൊല്ലപ്പെട്ട മുഴുവൻ സഹോദരങ്ങൾക്കും ആവശ്യമായ നിയമസഹായം പോപ്പുലർ ഫ്രണ്ട് ചെയ്തു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ആവശ്യപ്പെട്ടവർക്ക് മുഴുവൻ ഞങ്ങൾ നിയമസഹായം ചെയ്തു കൊടുക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഞങ്ങളൊക്കെ, എന്നോട് പലരും ചോദിക്കാറുണ്ട്, കുറെ കാലമായില്ല ഡൽഹി പോന്ന്, ബീഹാർ പോന്ന്, ബംഗാൾ പോന്ന്, ആസാം പോന്ന്, എന്താ പോയിട്ട് ചെയ്യുന്നത്? ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഫേസ്ബുക്കിൽ ഒരു സ്റ്റാറ്റസ് ഇടും. ഡൽഹിയിലേക്ക് പോകുന്നു, അല്ലെ ബംഗാളിലേക്ക് പോകുന്നു, എവിടെയാണോ പോകുന്ന സ്ഥലത്തിന്റെ സ്റ്റാറ്റസ് ഇപ്പോൾ അങ്ങനെയാണല്ലോ. എവിടേക്കാണ് സഞ്ചരിക്കുന്നത്, ആ സഞ്ചരിക്കുന്ന സ്ഥലം മുഴുവൻ നമുക്ക് മാലോകർ അറിയിക്കാൻ പറ്റും. അപ്പൊ ആളുകൾ ചോദിക്കും എന്തിനാണ്? കാരണം എന്താണെന്നറിയോ? നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ നിഷ്കളങ്കരുടെ എണ്ണം വളരെ കൂടുതലാണ്. അഥവാ അൻഷാദിനെയും ഫിറോസിനെയും കള്ളക്കേസിൽ കുടുക്കിയിട്ട് പിടിച്ചതുപോലെ നാളെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയരുത്, ആ ഇവൻ ബോംബുമായി പിടിച്ചു, ഇത്രയും കാലം ഇവൻ പോയത് ബോംബ് വെക്കാൻ തന്നെയാണ്. നിങ്ങൾക്ക് ഒരിക്കലും തോന്നാൻ പാടില്ല. ഞങ്ങൾ പോകാറുണ്ട്, ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിലേക്ക് ഞങ്ങൾ പോകാറുണ്ട്. അങ്ങനെ പോയിട്ട് ഞങ്ങൾ ആ നാട്ടിലെ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടും. അവരോട് നമ്മൾ ഈ രാജ്യത്തിന്റെ സാഹചര്യത്തെ കുറിച്ച് പറയും. അവരോട് രാജ്യത്തിന്റെ സാഹചര്യത്തെ കുറിച്ച് പറയുമ്പോൾ അവരുടെ പ്രതികരണം വളരെ ദയനീയമായിരിക്കും. കാരണം വിശക്കുന്നവന് രാജ്യത്തിന്റെ എന്ത് രാഷ്ട്രീയ സാഹചര്യം? അപ്പൊ അവർക്ക് ഞങ്ങൾ അരി കൊടുക്കും. ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഒരു രീതിയാ. ഈ ഇരുത്തിയതുപോലെ ആളുകളെ ഞങ്ങൾ ഓരോ ഗ്രാമങ്ങളിലും ഇരുത്തും. അങ്ങനെ ഗ്രാമങ്ങളിലെ ആളുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് രാജ്യത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ വിശക്കുന്ന ഞങ്ങളോട് രാഷ്ട്രീയം പറയരുതെന്ന് പറയുമ്പോൾ അത്തരം അരി വേണ്ട ആളുകൾക്ക് ഞങ്ങൾ അരി കൊടുക്കും. അപ്പൊ അവർ പറയും, നിങ്ങൾ പറയുന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല.
ഞങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല, ഞങ്ങൾ വെള്ളം കോരികളാണ്, ഞങ്ങൾ വിറക് വെട്ടികളാണ്, ഞങ്ങൾ റിക്ഷാ വണ്ടി വലിക്കുന്നവരാണ്, ഞങ്ങൾ ചെരുപ്പ് തുന്നികളാണ്, ഞങ്ങൾ അടിമകളായി കാലങ്ങളായി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അക്ഷരാഭ്യാസമില്ലാത്ത ഞങ്ങളോട് നിങ്ങൾ ഇത്തരം വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ അക്ഷരം പഠിപ്പിച്ചു കൊടുക്കും. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ 60% താമസിക്കുന്നത് UP-യിലും ബംഗാളിലും ബീഹാറിലും ആസാമിലുമാണ്. ഈ 4 സംസ്ഥാനങ്ങളിലെ 50% കുട്ടികൾ സ്കൂളുകളിലേക്ക് പോകാറേ ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. സ്കൂളുകളിലേക്ക് പോകാത്ത, അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരു സമൂഹത്തിന്റെ ഇരുട്ട് എത്രത്തോളം ആയിരിക്കും? ബാക്കി പോകുന്ന 50% തന്നെ വലിയൊരു ശതമാനം ഡ്രോപ്പ് ഔട്ട് ആയിരിക്കും, വഴിയിൽ പഠനം ഉപേക്ഷിക്കുന്ന ആളുകളാ. അത്തരം ആളുകൾക്ക് വിദ്യാഭ്യാസത്തിന്റെ അനിവാര്യത ബോധ്യപ്പെടുത്തി കൊടുക്കും. ഞങ്ങള് സ്കൂൾ ചെലവ് പ്രോഗ്രാമുകൾ നടത്താറുണ്ട്. പോപ്പുലർ ഫണ്ട് ലക്ഷക്കണക്കിന് കുട്ടികളെ സ്കൂൾ കിറ്റ് കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ അനിവാര്യത ബോധ്യപ്പെടുത്തിയിട്ട് അവരെ സ്കൂളുകളിലേക്ക് ഒരു ആഘോഷമാക്കിയിട്ട് ഞങ്ങള് ഒരു ഘോഷയാത്രയാക്കിയിട്ട് സ്കൂളുകളിൽ കൊണ്ടുപോയി ഇരുത്തി കൊടുക്കും. പ്രാഥമിക തലത്തിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയാണത്. അരി വേണ്ടവന് ഞങ്ങൾ അരി കൊടുക്കാറുണ്ട്, അക്ഷരം വേണ്ടവന് ഞങ്ങൾ അക്ഷരം കൊടുക്കാറുണ്ട്, അടി വേണ്ടവർ ഞങ്ങൾ അടിയും കൊടുക്കാറുണ്ട്. അതും ഞങ്ങളുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽപ്പെട്ടതാ. അതിസമഗ്രമായിരിക്കുന്ന ഒരു ശാക്തീകരണ വിദ്യാഭ്യാസ പദ്ധതിയാണ് പോപ്പുലർ ഫണ്ട് ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന് മുമ്പിലേക്ക് വെക്കുന്നത്. അതിൽ അരിയുണ്ട്, അതിൽ അക്ഷരമുണ്ട്, അതിൽ അടിയുണ്ട്. ഓരോന്നും ഏത് അളവിലാണോ വേണ്ടത് അതാത് അളവിൽ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ കൊടുക്കും. ഈ സമുദായത്തിന്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസം പുനർനിർമ്മിക്കുന്ന പണിയാണ് ഓരോ ഗ്രാമങ്ങളിലേക്കും കടന്നു പോകുന്ന കേരളത്തിന്റെയും കർണാടകയിലെയും തമിഴ്നാടിലെയും ഗ്രാമങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്ന അൻഷാദിനെ പോലത്തെ, ഫിറോസ് ഖാനെ പോലത്തെ പ്രവർത്തകരെ ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടുത്തെ RSSന് ഒരിക്കലും എന്താവില്ല, ദഹിക്കില്ല. കാരണം എന്താ? നമ്മളെ ഭയപ്പെടുത്തി, കീഴ്പ്പെടുത്തി, അടിമകളാക്കി, നിശബ്ദരാക്കി ഈ രാജ്യത്ത് ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ പ്രഖ്യാപനം നടത്തണം. അവിടെ വിലങ്ങുതടിയായി ഇവിടെ ആരും തന്നെ ഉണ്ടാകാൻ പാടില്ല. ആ തടസ്സം നീക്കേണ്ടതുണ്ട്. അവിടെ തടസ്സമായി നിൽക്കുന്നത് പോപ്പുലർ ഫണ്ട് ആണെങ്കിൽ ആ പോപ്പുലർ ഫണ്ടിനെ പാടെ വിഭാടനം ചെയ്യാനുള്ള പദ്ധതിയാണ് അരങ്ങിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആരോപണങ്ങള്, ഒരുപാട് കള്ളക്കേസുകള്, ഒന്നും ഇതുവരെ വിജയിച്ചില്ല. അവിടെ അവസാനിക്കുന്നില്ല ഞങ്ങളുടെ ശാക്തീകരണ പ്രവർത്തനങ്ങൾ. 10ാം ക്ലാസ് വരെ പഠിക്കും. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പഠിക്കാൻ ആവതില്ലാത്ത കുട്ടികൾക്ക്, സാമ്പത്തിക ശേഷിയില്ലാത്ത കുട്ടികൾക്ക് ഞങ്ങൾ സ്കോളർഷിപ്പ് കൊടുക്കും. ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയുടെ സ്കോളർഷിപ്പ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ കുട്ടികൾക്ക് പോപ്പുലർ ഫണ്ട് ഓഫ് ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെയൊക്കെ നാടുകളിൽ റമദാൻ 1 മുതൽ 30 വരെ കച്ചത്തൊരിലോട് റെസീറ്റുമായിട്ട് നിങ്ങളുടെ വീടുകളിലേക്ക് കയറി വരുന്ന പോപ്പുലർ ഫണ്ടിന്റെ പ്രവർത്തകരുടെ മുഖം നിങ്ങൾക്ക് പരിചയമുണ്ടാകും. അവർ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് 10 മിനിറ്റ്, 20 മിനിറ്റ്, 30 മിനിറ്റ് ഇരുന്ന് സംസാരിച്ച് നിങ്ങളുടെ സ്വതക്കയുടെയും നിങ്ങളുടെ സക്കാത്തിന്റെയും വിഹിതം വാങ്ങിക്കൊണ്ടുപോയിട്ട് അവർ ചെയ്യുന്നത് ഇന്ത്യയിൽ അക്ഷരാഭ്യാസമില്ലാത്ത, നിരക്ഷരരായിരിക്കുന്ന, നിർധനരായിരിക്കുന്ന ഈ ജനസമൂഹത്തിന്റെ വിദ്യാഭ്യാസത്തിനും അവരുടെ സാമൂഹിക ശാക്തീകരണത്തിനും അവരുടെ രാഷ്ട്രീയ ഉന്നമനത്തിനും വേണ്ടിയാണ് പോപ്പുലർ ഫണ്ട് ഓഫ് ഇന്ത്യ നിങ്ങളുടെ വിയർപ്പിന്റെ അംശമായിരിക്കുന്ന ഓരോ നാണയത്തുട്ടുകളും ഞങ്ങൾ ചെലവഴിക്കുന്നത്. രാജ്യത്തെ മുസ്ലിമീങ്ങളെ നിയമമേഖലയിലും അതുപോലെ തന്നെ ജേർണലിസത്തിന്റെ മേഖലയിലൊക്കെ വളരെ പുറകിൽ നിൽക്കുന്നവരാ. അങ്ങനെ നിയമം പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക്, ജേർണലിസം എടുത്ത് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഞങ്ങൾ സ്പെഷ്യൽ സ്കോളർഷിപ്പ് കൊടുക്കും. അവർക്ക് മോട്ടിവേഷൻ കൊടുക്കും, അവർക്ക് ഗൈഡ് ലൈൻ കൊടുക്കും. +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഞങ്ങൾ BSW MSW കോഴ്സ് കഴിഞ്ഞിട്ട് നല്ല പ്രൊഫഷണൽ സാമൂഹിക പ്രവർത്തകരാക്കിയിട്ട് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് ഞങ്ങൾ അവരെ പറഞ്ഞേക്കും. റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ പോലെയുള്ള NGOകളുടെ സഹകരണത്തോടുകൂടെ ഞങ്ങൾ അനവധി സ്ഥലങ്ങളിലെ സർവശിക്ഷാ ഗ്രാമങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. ഒരു ഗ്രാമത്തിലെ മുഴുവൻ കുട്ടികൾക്കും വിദ്യാഭ്യാസം കിട്ടുന്ന പദ്ധതിയാണ് സർവശിക്ഷാ ഗ്രാമ. ഇതൊന്നും ഈ രാജ്യത്തെ ജനങ്ങൾ അറിയൂല. ഈ രാജ്യത്തെ ജനങ്ങള് ഗോദി മീഡിയ പടച്ചുവിടുന്ന നെഗറ്റീവ് വാർത്തകളിലൂടെ മാത്രമാണ് പോപ്പുലർ ഫണ്ടിനെ കുറിച്ച് അറിയുന്നത്. ഞങ്ങൾ വില്ലേജ് ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുണ്ട്. വില്ലേജ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമത്തിലെ മുഴുവൻ കുട്ടികൾക്കും വിദ്യാഭ്യാസം, ഒരു ഗ്രാമത്തിലെ മുഴുവൻ ആളുകൾക്കും ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തും. ആ ഗ്രാമത്തിലെ
തൊഴിലില്ലാത്ത, കൂലിയില്ലാത്ത, വേലയില്ലാത്ത ആളുകൾക്ക് സ്വയം സഹായ ഗ്രൂപ്പുകൾ രൂപീകരിച്ചുകൊണ്ട്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചുകൊണ്ട് അവർ സാമ്പത്തികമായിട്ട് അവരുടെ എബിലിറ്റിയെ വളർത്താനുള്ള, ഡെവലപ്പ് ചെയ്യാനുള്ള പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ആർക്കെങ്കിലും അറിയോ പോപ്പുലർ ഫ്രണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന്? ഞങ്ങളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് യാത്ര ചെയ്യുന്നതെന്ന്. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ഗ്രാമങ്ങളിലേക്ക് പോയിട്ട് ഈ രാജ്യത്തെ ജനങ്ങളെ കൈപിടിച്ചുയർത്തുന്ന പ്രവർത്തനമാണ് പോപ്പുലർ ഫ്രണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിവിടുത്തെ മാധ്യമങ്ങൾ കാണൂല, അതിവിടുത്തെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കൂല. ഇന്നിപ്പോ ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് ചർച്ച ചെയ്യുക. എന്താ? ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പോയ അൻഷാദിനെയും ഫിറോസ് ഖാനെയും പിടിച്ച വാർത്തകൾ കൊണ്ടാടുകയാ. ഗോദി മീഡിയ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഗോദി എന്ന് പറഞ്ഞാൽ മടിത്തട്ട്. നിരന്തരമായി അപരവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഭീകരന്മാരാണ്, തീവ്രവാദികളാണെന്നുള്ള അപഖ്യാതി നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈ ദൗത്യത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോവില്ല. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വിശ്വസിക്കുന്ന ഒരു സമാധാനമുണ്ട്. ആ സമാധാനം എന്ന് പറഞ്ഞാല് ശാക്തിക സന്തുലിതത്വമാണ്. ഒരിക്കലും ഭൂമിയില് ദുർബലരായിരിക്കുന്ന മനുഷ്യരെ, ശക്തന്മാരായിരിക്കുന്ന ആളുകള് അധികാരത്തിന്റെ മുഷ്ക് ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോ ആ അടിച്ചമർത്തലിന്റെ ഫലമായി ഉണ്ടാകുന്ന ഒരു നിശബ്ദതയുണ്ട്. ആ ഭീകരമായിരിക്കുന്ന നിശബ്ദതയെ ഒരിക്കലും തന്നെ ഇസ്ലാമോ ഖുർആനോ സമാധാനമെന്ന് വിളിക്കുന്നില്ല, സമാധാനമെന്ന് വിശേഷിപ്പിക്കുന്നില്ല. മറിച്ച് ഇത്തരം തിന്മയുടെ ശക്തികള് അധികാരത്തിന്റെ മുഷ്ക് ഉപയോഗിച്ചുകൊണ്ട് ദുർബലരായിരിക്കുന്ന ജനവിഭാഗങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോ അതിനെ ചെറുത്തുനിന്നുകൊണ്ട്, അതിനെ ചെറുത്തുനിന്ന് തോൽപ്പിച്ചുകൊണ്ട്, ശക്തിയാർജിച്ചു, സ്വയം കരുത്താർജിച്ചുകൊണ്ട് ശക്തി സമാഹരിക്കുകയും അങ്ങനെ രണ്ടു കൂട്ടരുടെയും ശക്തി തുല്യമാവുകയും അങ്ങനെ ശാക്തികമായിരിക്കുന്ന ഒരു സന്തുലിതാവസ്ഥ ഇവിടുത്തെ വേട്ടക്കാരനും ഇരകൾക്കും ഉണ്ടാവുകയും ആ തുല്യമായിരിക്കുന്ന ശക്തി ഉണ്ടാകുന്ന സമയത്തുണ്ടാകുന്ന ഒരു നിശബ്ദതയുണ്ട്. അങ്ങോട്ടെന്തെങ്കിലും കൊടുത്താൽ ഇങ്ങോട്ട് തിരിച്ചു കിട്ടും. ഇങ്ങോട്ട് മലപ്പുറമാണെങ്കിൽ അങ്ങോട്ടും മലപ്പുറം, ഇങ്ങോട്ട് കണ്ണൂരാണെങ്കിൽ അങ്ങോട്ടും കണ്ണൂർ എന്ന് പറയുന്ന ഒരു നാടൻ ഡയലോഗില്ലേ? അങ്ങനെയാണെങ്കിൽ സമാധാനം ഉണ്ടാവും. ആ സമാധാനമാണ് ഇന്ന് കേരളത്തിലുള്ളത്. RSSകാരൻ എവിടെയും പണം വിടർത്തുന്നില്ല.
ആ സമാധാനമാണ് കർണാടകയിലുള്ളത്, ആ സമാധാനമാണ് തമിഴ്നാട്ടിലുള്ളത്, ആ സമാധാനമാണ് ആന്ധ്രയിൽ ഞങ്ങൾ തുടങ്ങിയത്, ആ സമാധാനമാണ് മഹാരാഷ്ട്രയിൽ ഞങ്ങൾ വ്യാപിപ്പിക്കുന്നത്, ആ സമാധാനമാണ് കന്യാകുമാരിയുടെ കടലലകൾ മുതൽ കാശ്മീരിന്റെ മഞ്ഞുമലകൾ വരെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പടർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചരിത്ര ദൗത്യത്തിൽ നിന്ന് ഒരു ശക്തിക്കും ഞങ്ങളെ പിന്മാറ്റാൻ സാധിക്കുകയില്ല. ഈ രാജ്യത്തെ പൊതുസമൂഹത്തോട് പോപ്പുലർ ഫ്രണ്ടിന് പറയാനുള്ളത്, മതത്തിന്റെ മതിൽക്കെട്ടുകൾക്കപ്പുറം, ആശയത്തിന്റെ അതിർവരമ്പുകൾക്കപ്പുറം, പ്രത്യയശാസ്ത്രത്തിന്റെ പരിമിതികൾക്കപ്പുറം ഒരു ഫാഷിസ്റ്റ് വിരുദ്ധ പോരാളിയാവുക എന്നുള്ളത്, ഈ രാജ്യത്തോട് നിങ്ങൾക്ക് വല്ല കൂറുമുണ്ടെങ്കിൽ, ഈ രാജ്യത്തോട് നിങ്ങൾക്ക് വല്ല സ്നേഹവുമുണ്ടെങ്കിൽ, ഒന്നാമതായി നിങ്ങൾ ഒരു ഫാഷിസ്റ്റ് വിരുദ്ധ പോരാളിയാവുക. RSSും BJPയും അല്ലാത്ത ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരുടെയും പ്രാഥമികമായിരിക്കുന്ന ഉത്തരവാദിത്തമാണ് നിങ്ങളൊരു ഫാഷിസ്റ്റ് വിരുദ്ധ പോരാളിയാവുക. ആ പോരാട്ടത്തിന്റെ ഏറ്റവും ഉന്നത വരിയിൽ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാകും. അവസാനത്തെ പോപ്പുലർ ഫ്രണ്ടുകാരനും മരിച്ചു വീഴുന്നത് വരെ ഭയപ്പെടാതിരിക്കുക. ഭയപ്പെട്ട് പിന്മാറിക്കഴിഞ്ഞാൽ ഭയം ഏറ്റവും വലിയൊരു തടവറയാണ്, ഭയം ഒരു ജയിലാണ്. നിങ്ങൾ അങ്ങനെ ഭയപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഭൂമിയിലുള്ള ഓരോന്നിനെയും ഭയപ്പെടാൻ തുടങ്ങിയാൽ, ഉമ്മാനെ പേടി, ഉപ്പാനെ പേടി, അയൽവാസിയെ പേടി, പള്ളിയിലത്തെ ഉസ്താദിനെ പേടി, കമ്മിറ്റിക്കാരനെ പേടി, രാഷ്ട്രീയക്കാരനെ പേടി, RSSനെ പേടി, CPMനെ പേടി, പേടിയില്ലാത്ത ഏക സാധനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രം അല്ലേ? ഒരു സോഷ്യൽ സൈക്കോളജിയാണ്. പടച്ചവനെ പേടിയില്ല. ആകെയും നിങ്ങൾ ഭൂമിയിൽ ഭയപ്പെടേണ്ടത് പടച്ചവനെ മാത്രമാണ്. ജഗന്നിയന്താവായ അഖിലാണ്ട ബ്രഹ്മാണ്ട കടാഹങ്ങളുടെ അധിപനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ മാത്രമേ നിങ്ങൾ ഭൂമിയിൽ ഭയപ്പെടാൻ പാടുള്ളൂ. അല്ലാത്തൊരു ശക്തിയെയും ഭൂമിയിൽ ഭയപ്പെടരുത്. ഭയപ്പെട്ട് പിന്മാറിയ ഒരു ജനസമൂഹത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അലം തറ ഇലല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം വഹും മുലൂഫുൻ ഹദറൽ മൗത്ത് വഖാല ലഹുമുല്ലാഹു മൂതു. മുൻഗാമികളായിരിക്കുന്ന ഒരു ജനസമൂഹത്തെ നിങ്ങൾ കണ്ടില്ലായിരുന്നോ? അക്രമിക്കൂട്ടങ്ങള് അധികാരത്തിന്റെ മുഷ്കുപയോഗിച്ചുകൊണ്ട് അവരടിച്ചമർത്താനും നാട്ടിൽ നിന്ന് നാട്ടി ഓടിക്കാനും ശ്രമിച്ചപ്പോ മരണത്തെ ഭയപ്പെട്ടുകൊണ്ട്, ജീവിതത്തിന്റെ കൊതി കൊണ്ട് അവര് സ്വന്തം നാടും വീടും വിട്ടുപേക്ഷിച്ചു പോയി. അവർ ഓടി ഒളിച്ചു. അവർ പോരാട്ടത്തിന്റെ വഴികളിൽ നിന്ന് പിന്മാറി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് അവരൊരു ഓടി ഒളിച്ചു. അങ്ങനെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക്, മാളങ്ങളിലേക്ക് ഓടി ഒളിച്ച മനുഷ്യരോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, വഖാല ലഹുമുല്ലാഹു മൂതു, നിങ്ങൾ പോയിട്ട് ചത്തൊടുങ്ങിക്കോളൂ. മരണത്തെ ഭയപ്പെട്ടുകൊണ്ട് ഓടിയിറങ്ങുന്നവനെ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലെന്ന് അല്ലാഹു പറയുന്നത്. നിങ്ങൾ നോക്ക്, പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ ഖുർആനിലൂടെ പഠിക്കുന്നുണ്ട് അല്ലേ? ഇബ്രാഹിം റസൂലുള്ളാഹിയുടെ ചരിത്രം, മൂസ റസൂലുള്ളാഹിയുടെ ചരിത്രം, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ചരിത്രം, ആ ചരിത്രത്തിന്റെ ഓരോ ദശാസന്ധിയും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാല് അധികാരത്തിന്റെയും സമ്പത്തിന്റെയും മുഷ്കുപയോഗിച്ചുകൊണ്ട്, അതിന്റെ ദണ്ടുപയോഗിച്ചുകൊണ്ട് മർദ്ദിത ജനസമൂഹത്തെ അടിച്ചമർത്താനും ഒതുക്കാനും വേണ്ടി വന്ന മുഴുവൻ ജനസമൂഹങ്ങൾക്കെതിരെയും പോരാട്ടം നടത്തിയ ചരിത്രമാണ് ഓരോ പ്രവാചകനും ലോകത്തുള്ള മനുഷ്യ സമൂഹത്തിന് മുമ്പിലേക്ക് സമർപ്പിക്കുന്ന പാഠങ്ങള്. ആ പാഠം ഇന്ത്യയിൽ അപ്ലിക്കബിൾ ആണ്. അത് ഇന്ത്യയിൽ പ്രായോഗികമാണ്. ഇന്ത്യയിലെ ദളിതുകളും ആദിവാസികളും മുസ്ലിങ്ങളടക്കമുള്ള ജനവിഭാഗം ബ്രാഹ്മണാധിപത്യത്തിന്റെ മനുവാദത്തിന്റെ ഇരകളാക്കപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടെ മുമ്പിൽ വിമോചനത്തിന്റെ പ്രത്യയശാസ്ത്രമായിട്ട്, വിമോചനത്തിന്റെ വഴികാട്ടിയായിട്ട് വിശുദ്ധ ഖുർആൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ചങ്കൂറ്റത്തോടുകൂടെ, ആർജവത്തോടുകൂടെ നിങ്ങൾ ശത്രുക്കൾക്കെതിരെ പോരാടണം. ഇന്ത്യയിൽ ആ പോരാട്ടം നടത്താനുള്ള ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് ഇന്ത്യയിലെ ജനാധിപത്യം. ആ ജനാധിപത്യത്തിന്റെ മാർഗം ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തെ പോരാട്ടങ്ങൾക്ക് കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്, 2 മിനിറ്റ് എനിക്ക് അവശേഷിച്ച സമയം. ഈ രാജ്യത്തെ മർദ്ദിത ജനസമൂഹത്തിന്റെ വിമോചനം സാധ്യമാകണമെങ്കിൽ അമ്പരചുംബികളായിരിക്കുന്ന കോട്ടകൊത്തളങ്ങളില് 50-60 വർഷം ഗൾഫിൽ അധ്വാനിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ മന്തിക്കടയോ, നിങ്ങൾ ഉണ്ടാക്കിയ ശവായക്കടയോ, നിങ്ങൾ ഉണ്ടാക്കിയ രമ്യഹർമ്മങ്ങളോ, നിങ്ങൾ ഉണ്ടാക്കിയ സുഖ സൗകര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നില്ല. എല്ലാ സുഖങ്ങളെയും സൗകര്യങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന ചരിത്രത്തിന്റെ ഈ ദശാസന്ധിയിൽ നിങ്ങൾ ഫാഷിസത്തിന്റെ അന്തകനായിക്കൊണ്ട്,
ഫാഷിസത്തിന്റെ അടിവേറൊരുക്കുന്നതിന് വേണ്ടി ഫാഷിസത്തിന്റെ കബറിന്റെ മുകളിലേക്ക് മിൻഹാ ഖലഖ്നാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിടി മണ്ണ് വാരിയിടുന്ന ഈ ചരിത്ര ദൗത്യത്തിൽ നിങ്ങൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയോടൊപ്പം നിൽക്കണമെന്നാണ് ഈ രാജ്യത്തെ പൊതുസമൂഹത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശവപ്പെട്ടിയുടെ അവസാനത്തെ ആണിയൊക്കെ പഴയ പൊളിച്ച ഡയലോഗാ. മിൻഹാ ഖലഖ്നാകും എന്ന് പറഞ്ഞിട്ട് ഒരു പിടി മണ്ണ് നിങ്ങളുടെ കബറിന്റെ മുകളിൽ ഇട്ടിട്ട് ഈ ദൗത്യം ഞങ്ങൾ അവസാനിപ്പിക്കുകയുള്ളൂ. കരുത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ചടുലമായിരിക്കുന്ന ചുവടുകൾ കൊണ്ട് ഈ പ്രദേശത്തിന്റെ മണൽത്തരികളെ വിറവൊള്ളിച്ച ഈ പുരുഷാരം അടങ്ങിയിരിക്കണമെങ്കിൽ നിങ്ങളുടെ അന്ത്യം കണ്ടിട്ട് അവരടങ്ങിയിരിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ധൈര്യമായി ഉറങ്ങാം, ഇവരിവിടെയുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഏറ്റെടുത്തിരിക്കുന്ന ഈ ചരിത്ര ദൗത്യത്തിൽ ഈ രാജ്യത്തെ മുഴുവൻ ജനസമൂഹത്തിന്റെയും പങ്കാളിത്തവും പിന്തുണയും ഞങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉണ്ടാവണം. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് ഇന്ത്യയുടെ 10-25 സംസ്ഥാനങ്ങളിലൂടെ നിരന്തരമായി അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പറയാറുണ്ട്, ഇന്ത്യയിലെ ഏതൊരു ട്രെയിൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിലൊക്കെ ഒരു പോപ്പുലർ ഫ്രണ്ടിന്റെ കർമ്മപഠനം നിങ്ങൾക്ക് കാണാം. ഏതെങ്കിലും ഒരു നേതാവിനെ കാണാം, അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഏതെങ്കിലും ഒരു സാധാ പ്രവർത്തകനെ കാണാം. ഈ സമുദായത്തിന്റെ ശാക്തീകരണമാണ്. ഈ രാജ്യത്ത് 85% വരുന്ന അടിസ്ഥാന ജനവിഭാഗത്തിന്റെ സമ്പൂർണ്ണമായിരിക്കുന്ന വിമോചനത്തിനും